ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് ലെമണാണ് വാട്ടർ കളർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഔട്ട്ലൈന് HB പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ടാണ് ചെയ്യേണ്ടത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, അപ്പോൾ അതുപോലെ ചെയ്യട്ടെ. വളരെ ലൈറ്റായിട്ട് നമ്മൾ വാട്ടർ കളർ ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു പെൻസിലിൻ്റെ മാർക്ക് പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ലൈറ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ 6B പെൻസിൽ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്, പക്ഷേ വളരെ ലൈറ്റായിട്ട് അമർത്തി പിടിക്കാതെ അങ്ങനെയാണ് ഞാൻ ഔട്ട്ലൈന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് തന്നെ ചെയ്യാം. മാർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. അമർത്തി നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് തെറ്റിപ്പോകുമ്പോൾ നിങ്ങൾക്ക് റൈസർ വെച്ചിട്ട് റൈസ് ചെയ്യുമ്പോൾ അവിടെ ആ മാർക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വാട്ടർ കളറൊക്കെ ചെയ്യുമ്പോൾ അവിടെ സ്ക്രാച്ച് ഒരു വൃത്തികേടായിട്ട് ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഔട്ട്ലൈൻ ഇടുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. നമ്മുടെ ഔട്ട്ലൈന് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ കളേഴ്സാണ് വേണ്ടത് കേട്ടോ. 5 കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കളർ ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഓരോ ഡിപ്പായിട്ട് പാലറ്റിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കളർ ചെയ്യുന്നതിന് മുന്നായിട്ട് ബ്രഷ് ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്ന് നനച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. നമ്മളെ പാലറ്റിലെടുത്തിട്ടുള്ള ആ ഒരു കളേഴ്സ് ഉണ്ടല്ലോ, നന്നായിട്ട് പാലറ്റിൽ മിക്സ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ബെൻസീനെയൊക്കെ നന്നായിട്ട് പാലറ്റിൽ മിക്സ് ചെയ്യാഞ്ഞാൽ നമ്മൾ കളർ ചെയ്യുമ്പോൾ കട്ട കെട്ടിയിട്ട് നിൽക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പാലറ്റിൽ മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം എടുത്തിട്ട് ചെയ്യരുത്. നമ്മൾ കളറിങ് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം മാത്രം മതിട്ട് ഒരുപാട് ഒലിച്ചു പോകുന്ന രീതിയിൽ ചെയ്യരുത് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ലെമൺ യെല്ലോ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ കൈ തട്ടിയിട്ട് അവിടെ യെല്ലോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഡ്രൈ ആവണതിന് മുന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക, എന്നാലും അത് ക്ലീനായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഈ ലെമൺ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലെമൺ യെല്ലോ എന്ന് പറയുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്രഷ് റൗണ്ട് ബ്രഷാണ്. നമ്മൾ വാട്ടർ കളറൊക്കെ ചെയ്യുമ്പോൾ റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്യേണ്ടത്. ആ ഹൈലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ പേപ്പറിൻ്റെ വൈറ്റ് ചെറുതായിട്ടൊന്ന് ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്രഷ് റൗണ്ട് ബ്രഷ് 30 എന്നുള്ള നമ്പറാണ്. അതായത് ഇതൊരു എന്താ പറയുക, പോയിൻറ്റ് ബ്രഷാണ് കേട്ടോ. വളരെ തിന്നായിട്ടുള്ളതല്ല, 30 എന്നുള്ള നമ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ തിന്നായിട്ടുള്ളത് എടുക്കണ്ട കേട്ടോ. അപ്പോൾ സെക്കൻഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കളറ് യെല്ലോ ഓക്കർ. അതായത് നിങ്ങൾ ട്യൂബുമ്മേൽ പേരുണ്ടാവും, അതൊന്ന് നോക്കുക. യെല്ലോ ഓക്കർ കേട്ടോ. അത് പാലറ്റിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടോൺ യെല്ലോ ഉണ്ടല്ലോ, ലെമൺ യെല്ലോ നമ്മൾ അപ്ലൈ ചെയ്തല്ലോ, അത് ഉണങ്ങുന്നതിന് മുന്നായിട്ടാണ് നമ്മൾ സെക്കൻഡ് ടോൺ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നും ചെയ്യുന്നതിൻ്റെ ബ്രഷ് മാർക്കുകൾ അവിടെ കാണിക്കും.
നമ്മൾ ഈ ബ്രൗൺ കളറ് അപ്ലൈ ചെയ്ത ആ ഭാഗത്ത് കുറച്ചുകൂടി ഡാർക്ക് ടോണ് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാലറ്റിൽ മിക്സ് ചെയ്തിട്ടുള്ള കളറ് ബ്രൗണിൻ്റെ കൂടെ, അതായത് ബൺസീനയുടെ കൂടെ ഗ്രീനാണ്, സാപ്പ് ഗ്രീനാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊരു ഡാർക്ക് എഫക്റ്റ് തോന്നിക്കും. നമുക്ക് ഒരിക്കലും വാട്ടർ കളറിൽ വൈറ്റോ അതേപോലെ തന്നെ ബ്ലാക്ക് ടോണോ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ടോൺ, അതായത് കുറച്ചുകൂടി ഡാർക്ക് ടോണ് വരാൻ വേണ്ടിയിട്ട് ഈ ബൺസീനയിലേക്ക് സാപ്പ് ഗ്രീനാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ലീഫിന് ഫസ്റ്റ് ടോൺ ആയിട്ട് ലെമൺ യെല്ലോ ആണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഉണങ്ങുന്നതിന് മുന്നായിട്ട് സാപ്പ് ഗ്രീൻ പാലറ്റിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. സെക്കൻഡ് ടോൺ ആയിട്ട് ഒരുപാട് കട്ടിക്ക് വെക്കരുത് കേട്ടോ. പിന്നെ ഡാർക്ക് ടോൺ വരുത്താൻ വേണ്ടിയിട്ട് സാപ്പ് ഗ്രീനിൻ്റെ കൂടെ ബേൺസീന് മിക്സ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു ലെമണിൻ്റെ ഡാർക്കുള്ള ഏരിയകളിൽ അതേ മിക്സ്, അതായത് സാപ്പ് ഗ്രീന് വിത്ത് ബേൺസീൻ കേട്ടോ, പാലറ്റിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഡാർക്ക് കൂടുതലുള്ള ഭാഗങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് സ്കാർലറ്റ്, അതായത് റെഡ് സ്കാർലറ്റ് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്, വളരെ ലൈറ്റായിട്ട് കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം വർക്ക് ചെയ്യാം. നല്ല ഡ്രൈ ആയിട്ട് വെക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് തന്നെ ചെയ്യുക, ഒരുപാട് വെള്ളം യൂസ് ചെയ്യുകയും ചെയ്യരുത്.